ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ വേഡ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് KTMൻ്റെ പുതിയ Gen 3 ഡ്യൂക്ക് 250 ആണ്. ഡ്യൂക്ക് 250 ജനറേഷൻ 3 എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതായത് മൊത്തം ടോട്ടൽ ഒരു പുതിയ ലുക്കിലാണ് വരുന്നത്. ഈ മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഡിസൈനർ സ്പീക്ഡ് ഹിയർ, ദ എൻജിനീയർ സ്പീക്ഡ് ഹിയർ. അതായത് ഒരു 250cc നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒരു രക്ഷയില്ല കേട്ടോ വണ്ടി. അതായത് മൊത്തം നോക്കിയത് ഡിസൈന് കൊള്ളില്ല, പഴയതിനേക്കാളും ലുക്കില്ല എന്നൊക്കെ പറയുന്നവരുടെ കണ്ണ് ഏത് കണ്ണാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ദിസ് വൺ ലുക്സ് ബ്യൂട്ടിഫുൾ. അതായത് ഈ നമ്മുടെ ഹെഡ്ലൈറ്റ് 390 ആയിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഷ്രൗഡ്സും ഇവിടെയാണ് DRL വരുന്നത്, ആ സസ്പെൻഷനും, പിന്നെ അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ. അതായത് പഴയ ഡ്യൂക്ക് 250നേക്കാളും വെയിറ്റ് കുറഞ്ഞ അലോയ്സ് ആണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് പാർട്സിലും മാക്സിമം അവർ വെയിറ്റ് സേവ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺസ്പ്രങ് മാസ്, അതായത് ഈ സസ്പെൻഷന് താഴെ വരുന്ന ടയേഴ്സ്, റോട്ടേഴ്സ്, പിന്നെ കാലിപ്പേഴ്സ്, ആ സാധനങ്ങളൊക്കെ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് അൺസ്പ്രങ് മാസ് കുറയുന്നതിനെ നമുക്ക് ക്വിക്കായിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊരു സ്ട്രീറ്റ് ഫൈറ്ററാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സ്ട്രീറ്റിലും ട്രാഫിക്കിലുമാണ്. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജിലിറ്റിയാണ്. ഇൻ കേസ് പെട്ടെന്ന് നമുക്ക് മാറ്റാനും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും ഒക്കെ ആ ഒരു കാര്യം ഇവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വരുന്ന പുതിയ RC 390 ആയാലും ശരി, ഡ്യൂക്ക് 390 ആയാലും ശരി, ഇതിൽ സെയിം സെറ്റപ്പ് വന്നിട്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, 390യുടെ സെയിം ബ്രേക്സാണ് ഇതിൽ കൊടുത്തേക്കണേ. റേഡിയൽ കാലിപ്പറാണ് വന്നേക്കണത്. അതായത് ദ ബ്രേക്സ് ആർ ഓസം. പിന്നെ അതേപോലെ തന്നെ പുതിയ MRF ബ്രേസ് ടയറാണ്. പഴയ MRFിൻ്റെ ആ സാപ്പർ ടയേഴ്സ് അല്ല. ദിസ് ഈസ് മച്ച് മോർ ഗുഡ്. ബിക്കോസ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റേസ് ട്രാക്കിൽ യൂസ് ചെയ്യണം MRFിൻ്റെ ടയേഴ്സ് ഉണ്ട്. അതായത് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ യൂസ് ചെയ്യണം ആ സെയിം ടയറിൻ്റെ ഒരു റോഡ് വേർഷനാണ്. അതായത് അവർ ഇത്ര കാലം നടത്തിയ റേസിൽ നിന്നൊക്കെ ഡാറ്റ കിട്ടിയിട്ട് ഉണ്ടാക്കിയൊരു ടയറാണ്. ആൻഡ് അത് അറിയാനുമുണ്ട്. ഞാൻ ഇത്ര കാലം ഓടിച്ചതിൽ വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് MRF ഇതാണ്. ഇത് ഒരുപാട് ഇവർ പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഇത് മാർക്കറ്റിലും വരും. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്ക് കാണാം സസ്പെൻഷൻ സാധാരണ ഇവിടെയാണ്. പക്ഷേ ഇത് എന്തിന് ഇവിടെ വെച്ചു? ഇതിന് ഓഫ്സെറ്റ് സസ്പെൻഷൻ മൗണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി. സാധാരണ വണ്ടികളുടെയൊക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുമ്പോൾ അതിൻ്റെ കൂടെ കൂടുന്ന ഒരു സാധനമാണ് സീറ്റ് ഹൈറ്റ്. ഈ വണ്ടിക്ക് അത് സംഭവിച്ചിട്ടില്ല. ഈ ഓഫ്സെറ്റ് സസ്പെൻഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് ഹൈറ്റ് റെഡ്യൂസ് ചെയ്യാനും പറ്റി, അതേപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടാനും പറ്റി. അതാണ് ഒരു മെയിൻ സംഭവം. പിന്നെ അതേപോലെ തന്നെ ഓഫ് കോഴ്സ് അതിൻ്റെ കുറേ ടെക്നിക്കൽ വശമുണ്ട്. അതായത് ഈ സ്വിങ് ആം ആംഗിൾ മാറും. അതുകൊണ്ട് തന്നെ ഈ ആൻറ്റി സ്കോട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പക്കാ ടെക്നിക്കലാണ്. ഞാൻ അതൊന്നും പറഞ്ഞ് വെറുപ്പിക്കണില്ല. പുറകോട്ട് വരാം. ഇവിടെ കാണില്ലേ, പുറകിലത്തെ ബ്രേക്ക് ലൈറ്റൊക്കെ മാറിയിട്ടുണ്ട്. യെസ്, ബ്രേക്ക് ലൈറ്റ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് പഴയതാണ്. പക്ഷേ ഇതിന് വേറൊരു ലുക്കാണ്. ഇത് കണ്ടില്ലേ, ഒരു ഫ്ലാപ്സ് ഒക്കെ കണ്ടില്ലേ, LED ഇൻഡിക്കേറ്റേഴ്സ് വളരെ പ്രാക്ടിക്കലായില്ല. ഗ്രാബ് റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷ്രൗഡ്സ് എന്താണെന്നറിയില്ല, എനിക്ക് ഈ കളർ സ്കീം കാണുമ്പോൾ എനിക്ക് മാംഗോ ബാറാണ് ഓർമ്മ വരുന്നത്. ഐ ഡോണ്ട് നോ വൈ ദിസ് കളർ സ്കീംസ് ലുക്സ് എഡിബിൾ. അതായത് തിന്നാൻ തോന്നുന്ന പോലത്തെ ഒരു കളർ സ്കീമാണ്. അതായത് വളരെ അടിപൊളിയാണ്. അതായത് കളർ സ്കീമിനോ പറ്റിയിട്ടോ, അതായത് ഈ ഇവിടെ ഒരു പാർട്ടുണ്ട്, പ്ലാസ്റ്റിക് പാർട്ട്, ഇതിനൊരു ഗ്ലോസി ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ദിസ് ലുക്സ് അമേസിങ് മാൻ. നിങ്ങൾക്ക് കാണാൻ പറ്റും, റിഫ്ലക്ഷൻ വരെ കാണാം. അതായത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ KTM ഒന്നാമതേ അവരൊരു അപ്പർ ഹാൻഡ് കൊടുത്തിട്ടുണ്ട്, അതിന് മേലെ എത്തിയിരിക്കുകയാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്, ഈ ഓഫ്സെറ്റ് ആക്കിയോണ്ട് മേജർ വേറൊരു ഗെയിനും കൂടി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ എയർ ബോക്സിൻ്റെ സൈസ് കൂട്ടാം. ഇപ്പോൾ 30% മോർ എയർ ഇൻടേക്ക് ഉണ്ട്, വിച്ച് മേക്സ് മോർ പവർ. അതായത് ആ ഒരു ചെറിയ പവർ ഡിഫറൻസ് ഒക്കെ അറിയാനുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ്, വണ്ടി ഇപ്പോൾ കുറച്ചുകൂടി റിഫൈൻഡ് ആയതുകൊണ്ട് ഇപ്പോൾ ശരിക്കും ആ ഒരു രസമുണ്ട് ഓടിക്കാനായിട്ട്. അതായത് പണ്ടും ഇവനൊരു ജെന്റിൽമാൻസ് KTM ആയിരുന്നു. ഇപ്പോൾ ഇറ്റ്സ് ലൈക്ക് ജെന്റിൽമാൻസ് KTM എന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. നിങ്ങൾക്ക് എൻ്റെ സംസാരത്തിൽ നിന്ന് അറിയാം, ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 249.07cc ആണ്. LC4C ഏരിയ കാണാം. ലിക്വിഡ് കൂൾഡ് 4 വാൾ കോമ്പാക്ട് എഞ്ചിനാണ്. അതേപോലെ തന്നെ കേർവ്ഡ് റേഡിയേറ്റർ കൊടുത്ത് കാണാം. അതായത് റേഡിയേറ്ററിൻ്റെ സർഫേസ് ഏരിയ കൂട്ടി കുറച്ചുകൂടി കൂളിംഗ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്രാഷ് ഗാർഡൊക്കെ കാണാം. പിന്നെ അതേപോലെ തന്നെ അണ്ടർ ബെല്ലി എക്സോസിസ് ബാക്ക്, അതേ നമ്മുടെ ബെൻ പൈപ്പിൻ്റെ റൂട്ടിംഗ് ഒക്കെ കാണാം. ഇതിലൂടെയാണ്. ഇറ്റ്സ് മച്ച് ബെറ്റർ. എഞ്ചിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ സംസാരിക്കാം. ഒരുപാട് പറയാനുണ്ട് ഈ വണ്ടിയെ പറ്റി. അപ്പോൾ ആദ്യം തന്നെ ഈ വണ്ടിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റാണ്. അതായത് ഐ ക്യാൻ ഫ്ലാറ്റ് ഫുട്ട് ഓൺ ദിസ് മോട്ടോർ. ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഐ ക്യാൻ ഫൈനലി ഫ്ലാറ്റ് ഫുട്ട് ഓൺ KTM മോട്ടോർ സൈക്കിൾ.
അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് റൈഡർ ആണെങ്കിൽ നിങ്ങൾ ആഘോഷിച്ചോളൂ. ഹൈറ്റിന് ഇപ്പോൾ കുറച്ച് അൺഈവണായിട്ടുള്ള സർഫസിലാണെങ്കിൽ പോലും ഫൈനലി അതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. ഈ ഒരു ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിഭീകരമാണ്. മിറേഴ്സ് ഡൊമിനാറിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ വൈ ദേ ഡിഡ് ദിസ്. ഇത്രയും അടിപൊളി ആക്കിയിട്ട് അവസാനം ഇത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കീ ഓൺ ആക്കാം. കീ ഇവിടെയാണ് വരുന്നത്. ഒരു ബ്യൂട്ടിഫുൾ LCD സ്ക്രീൻ ഉണ്ട്. ഓണാക്കി കഴിഞ്ഞാൽ ട്രിപ്പ് 1ൻ്റെ ഓപ്ഷൻ കാണാം, താഴോട്ടായിട്ട് ട്രിപ്പ് 2 കാണാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്. ഇതാണ് ടാക്കോമീറ്റർ. ഇവിടെയാണ് സ്പീഡോമീറ്റർ വരുന്നത്. നമ്മുടെ ABSൻ്റെ ഓൺ ആണോ ഓഫ് ആണോ, ഇത് പുറകിലത്തെ ABS ഓഫാക്കി വെക്കാം. ഇവിടെ ഓഡോമീറ്റർ കാണിക്കുന്നുണ്ട്. സെക്കൻഡ് വന്ന ട്രിപ്പ് 2ലെ ഡീറ്റെയിൽസ് കാണിക്കും. പുറകോട്ടടിച്ചാൽ വീണ്ടും ട്രിപ്പ് 1ലേക്ക് പോകും. ഇനി സെറ്റിങ്സ്, ABS, ബൈക്ക് ഇൻഫോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. മാൻ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് എർഗണോമിക്സ് പറഞ്ഞിട്ട് നമുക്ക് വേഗം ഇവിടുന്ന് സ്കൂട്ടാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പണ്ട് ഡ്യൂക്ക് 250 ഇങ്ങനെയായിരുന്നു തോന്നുന്നു. ചെറിയൊരു ലീന് വന്നിട്ടുണ്ട്. നല്ല റെയർ സെറ്റ് ആയിട്ടുണ്ട്. അഗ്രസീവ് പൊസിഷൻ ആയിട്ടുണ്ട്. ഇറ്റ്സ് ലുക്സ് ആൻഡ് റൈഡ്സ് റിയലി ഗുഡ് ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. അതായത് ഭയങ്കര കമാൻഡിങ് ആയിട്ടുള്ള പൊസിഷനാണ്. നമുക്കെപ്പോഴും നമ്മുടെ എന്താ പറയുക, ഒരു വണ്ടി നമ്മുടെ കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഹാൻഡ്ലിങ് എൻ്റെ പൊന്നെ, ഇറ്റ്സ് സോ ഇംപ്രൂവ്ഡ്. അത് അറിയാനുണ്ട്. ഓരോ കോർണേഴ്സ്, ഓരോ നമ്മൾ ആ ലെയിൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പോലും ഭയങ്കര അജയിലായിട്ടാണ് വണ്ടി വരുന്നത്. അതായത് ഇത് ടോട്ടൽ 8 kilograms ആണ് ഇവർ ലൈറ്റ് ആക്കിയേക്കണത്. ആൻഡ് ദാറ്റ്സ് റിയലി ഇംപ്രസീവ്. അപ്പോൾ നമുക്ക് ബാക്കി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സോസ് നോട്ട് ഓപ്പിച്ചു തരാം. സോ ലെറ്റ്സ് ഹിറ്റ് ദ റോഡ്. സോ നമ്മളങ്ങനെ ഹൈവേയിൽ കയറാൻ പോവാണ്. ചെറിയ രീതിയിലൊന്ന് കൈ കൊടുത്ത് നോക്കാം. ഒരുപാട് കൈ കൊടുക്കുന്നില്ല. വണ്ടി ഇപ്പോഴും ബ്രേക്കിംഗ് പീരീഡ് കഴിഞ്ഞിട്ടില്ല. നമുക്ക് കയറ്റി ഓടിക്കേണ്ട, സാധാരണ ഷിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ക്വിക്ക് ഷിഫ്റ്ററും വരുന്നുണ്ട്. 7000 സ്മൂത്ത്. പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ റിഫൈൻമെൻറ്റ് ലെവലപ്പാണ്. വണ്ടി വളരെയേറെ റിഫൈൻഡ് ആയിട്ടുണ്ട്. ഓഫ് കോഴ്സ് പുതിയ ഇമിഷൻ ലോസും നോംസൊക്കെ വന്നുകൊണ്ട് ഫ്യൂലിംഗ് ഒക്കെ മാറ്റി വണ്ടിയിൽ നിന്ന് അതായത് ഈ പവർ കേവ് എന്ന് പറയുന്ന പോലെ തന്നെ പണ്ട് KTM ഉണ്ടായൊരു പവർ കേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഭയങ്കര ജേർക്കി ആയിട്ടുള്ളൊരു കേവാണ്. ഇപ്പോൾ ഡ്യൂക്ക് 250 എടുത്താലും പഴയ ഡ്യൂക്ക് 250 ആണെങ്കിൽ ശരിക്കും ടോപ്പ് എൻഡിലേക്ക് കയറുമ്പോൾ ഒരു എന്നിട്ട് കുത്തൊഴുക്കായിരുന്നു പവറിൻ്റെ എന്നൊക്കെ വേണം പറയാം ആ 250cc സെഗ്മെൻറ്റിൽ കേട്ടോ. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ കുറച്ചുകൂടി ഭയങ്കര ലീനിയർ ആയിട്ടുള്ള, ഭയങ്കര ഈസി ടു ക്യാച്ച് ആയിട്ടുള്ള ഒരു പവർ ഫ്ലോ ആണ്. ആൻഡ് അതൊരു ബിഗിനറിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഈസി ആയിട്ട് ടേക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് റൈഡർ ആണെങ്കിൽ അത് എൻജോയ് ചെയ്യാനും കൂടി പറ്റുന്നതാണ്. അതായത് ദിസ് മോട്ടോർ സൈക്കിൾ എല്ലാ രീതിയിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പണ്ടേ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സെഗ്മെൻറ്റാണ് ഈ 250cc സെഗ്മെൻറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. അതിൻ്റെ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അതേപോലെയാണ്. പക്ഷേ ഇതിന് കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, ലോ ആൻഡ് ടോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ പറഞ്ഞത്, ഇതൊരു ഓൾറൗണ്ടറാണ്. യു ക്യാൻ അവിടെ റേസ് NS200 വേഴ്സസ് GT 650. ഓ മൈ ഗാഡ്. എനിവേയ്സ് നമ്മൾ റേസിനൊന്നും പോകണില്ല. നമ്മൾ വണ്ടി റൈഡ് ചെയ്യാനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതാണ് പവർ കേവിൻ്റെ കാര്യം. ഈസിലി അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം അഡാപ്റ്റ് ചെയ്യുന്ന വരെ നിങ്ങൾക്ക് ഒരു 6000 7000 RPM വണ്ടി ഓടിച്ച് അത് കഴിഞ്ഞ് നിങ്ങൾ ലൈക്ക് കോൺഫിഡൻറ്റ് ഇനഫ് ആവുമ്പോൾ മാത്രം നിങ്ങൾക്കൊന്ന് പാസ്റ്റ് 7000 RPM ഒക്കെ പുഷ് ചെയ്ത് ആ പവർ ബാൻഡും ആ പവർ ഫീലൊക്കെ അറിഞ്ഞ് ഓടിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിയുടെ എൻജിൻ്റെ കാര്യം. പിന്നെ അതേപോലെ തന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലാണ് ശരിക്കും ഹീറ്റിംഗ് അറിയണത്. എനിക്ക് ട്രാഫിക്കിലൂടെ വന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആൻഡ് ദാറ്റ്സ് ഒരു 250cc 12.36:1 എങ്ങാണ്ടാണ് ഇതിൻ്റെ കംപ്രഷൻ റേഷ്യോ വരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നല്ല രീതിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് അത്രയും പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 31 PS 25 Nm ഓഫ് ടോർക്കുമാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് റിയലി ഇംപ്രസീവ്. അതായത് ഈ ഒരു 250cc സ്ക്വീസ് ചെയ്തിട്ടാണ് ഇത്രയും പവർ അവരുണ്ടാക്കുന്നത്. എനിക്ക് ആ കാര്യത്തിൽ KTMനോട് ഭയങ്കര ബഹുമാനമാണ്. കാരണം ഒരു സെഗ്മെൻറ്റ് ഓഫ് എൻജിൻ തുടങ്ങുവാണെങ്കിൽ ദ മാക്സ് പവർ, ദ മാക്സ് ഔട്ട്പുട്ട്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അതാണ് അവരുടെ മൂഡ്. ഇനിയിപ്പം നമ്മുടെ ഡുക്കാട്ടി KTMനിട്ട് മറ്റേ 690-ക്കെതിരെ അവരുടെ 657 സിംഗിൾ സിലിണ്ടർ ഇറക്കിയിട്ടുണ്ട്. അതിന് KTM എന്ത് മറുപടി കൊടുക്കുമെന്ന് നമുക്ക് എന്താ പറയുക കാത്തിരുന്ന് കാണാം. അത് ഞാൻ വെയിറ്റ് ചെയ്യുന്നൊരു കോമ്പറ്റീഷനാണ്. പക്ഷേ നമുക്ക് ഡ്യൂക്ക് 250യുടെ കാര്യം വരാം. അതാണ് എൻജിൻ്റെ സൈഡിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ. ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് ബിഗിനർ ഫ്രണ്ട്ലി അല്ല, പക്ഷേ എന്നാൽ പോലും ഇഫ് യു ആർ എ ബിഗിനർ, നിങ്ങളൊരു 150cc ഓടിച്ച് പഠിച്ച ഒരാൾ ഇത് നോക്കുവാണെന്നാണെങ്കിൽ
ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ഐ തിങ്ക്. അതായത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എവറി ഡേ KTM, അതായത് നിങ്ങൾക്ക് ടൂറിങ്ങും അതേപോലെ തന്നെ ഡേ ടു ഡേ ഹസൽസും പിന്നെ അതുപോലെ തന്നെ ഓഫ് റോഡ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഇൻ കേസ് ഒരു ചെറിയൊരു ഡെസ്റ്റിനേഷനൊക്കെ ചെറിയ പൊട്ടിപ്പോകുന്ന സ്ഥലത്താണെങ്കിൽ അത്യാവശ്യം കൊണ്ടുപോകാം. ബിക്കോസ് ഓഫ് ദ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈസ് ഗുഡ് ഇനഫ് ഇപ്പോൾ റൈറ്റ് നൗ. അപ്പോൾ ആ കാര്യത്തിൽ കണ്ടാ ഞാൻ പറഞ്ഞില്ല, ബ്രേക്സ് ആർ ഗുഡ്. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഞാൻ അവിടെ എത്തുമ്പോൾ റെഡ് ആവുന്നു, ഞാൻ സ്പീഡ് കൂട്ടണോ വേണ്ടോ എന്നുള്ള ഡൗട്ടിലായിരുന്നു. എനിവേസ് ദ ബ്രേക്സ് ആർ റിയലി ഗുഡ്. KTM 390 കാണുന്ന സെയിം ബ്രേക്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. മാൻ ദ ഫീഡ്ബാക്ക് ഈസ് ഗുഡ്. ഈവൻ ദോ ഇതൊരു ആക്സിയൽ MC ഒക്കെ ആ വരുന്നതെങ്കിലും ആ ഫീഡ്ബാക്ക് ഈസ് ദെയർ, ദ ബൈറ്റ് ഈസ് ദെയർ. I love this motorcycle, man. I really love this motorcycle. ശരിക്കും ആ RTR 310 ഓടിച്ചില്ല എന്നായിരുന്നെങ്കിൽ ശരിക്കും I would have been in love with this motorcycle. അതാണ് ആ RTR, അതായത് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ കൂടെ നിൽക്കാനായി എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഐ എം പ്രൗഡ്, മാൻ. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് വരുന്നുണ്ട്. അതായത് ബൈ ഡയറക്ഷനിലാണ്, മേലോട്ടൊക്കെ ഉണ്ട്, താഴോട്ടൊക്കെ ഉണ്ട്, ഓട്ടോ ബ്ലിപ്പറൊക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ് വർക്ക്സ് ഫൈൻ. നമ്മൾ പണ്ട് കണ്ട 390 പോലത്തെ ആ ജെർക്കി ക്വിക്ക് ഷിഫ്റ്റർ അല്ല, അതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററാണ്. അത് പറയുന്ന റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RTR 310 ഓടിച്ചതാണ്. ആൻഡ് അതിൽ ക്വിക്ക് ഷിഫ്റ്റർ ഈസ് ബട്ടർ സ്മൂത്ത്. അത് അവരെങ്ങനെ സാധിച്ചു എന്ന് എനിക്കറിയില്ല. ദാറ്റ്സ് ബെറ്റർ ദാൻ ദ KTM, ലൈക്ക് ഹാൻഡ്സ് ഡൗൺ ബെറ്റർ ദാൻ ദ KTM. അതാണ് അതിൻ്റെ ഒരു കാര്യം. ക്ലച്ച് ഫീലൊക്കെ മോഡറേറ്റ്ലി ലൈറ്റാണ്. യു ക്യാൻ ലിവ് ഇൻ ദ സിറ്റീസ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓഫ് കോഴ്സ് ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു പെയിന് വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാന്നാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതാണ് എനിക്ക് ഗിയർ ബോക്സിൻ്റെ കാര്യം പറയുന്നത്. പക്ഷേ ഇറ്റ്സ് സർപ്രൈസിംഗ്ലി ഗുഡ്, ഇറ്റ്സ് ബെറ്റർ. അതായത് ഓരോ ജനറേഷൻ കഴിയുന്നതിന് ഗിയർ ഷിഫ്റ്റിംഗ് ആയാലും ആ ഒരു ഫീൽ ആയാലും ഒക്കെ ബെറ്റർ ആയിട്ട് വരിക. ക്ലച്ച് ബൈറ്റ് ആയാലും ഇറ്റ്സ് ഗുഡ്. അതായത് അവർ പണിയെടുക്കുന്നുണ്ട്, അവർ ഡാറ്റാസ് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്, അത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത് KTM ശരിക്കും ഓഡിയൻസിനെ കേൾക്കുന്നുണ്ട്, അവർക്ക് എന്താ വേണ്ടതെന്നുള്ള കാര്യം അവർ പക്കയായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് ആ ഒരു കാര്യം ശരിക്കും KTMന് നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്സ് ആണ്. ബ്രേക്സിനെ പറ്റി ഞാൻ ഇന്നും എടുത്ത് പറയണില്ല. ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് റിയലി ഗുഡ്. അതായത് ബ്രേക്കിൻ്റെ ഫീൽ ഈസ് പ്രോപ്പർ. ശരിക്കും ഒരു ഫീൽ കിട്ടുന്നുണ്ട്. എന്താണോ നമ്മൾ ഫീഡ്ബാക്ക് ഇൻപുട്ട് ചെയ്യുന്നത് ആ ബൈക്കിൻ്റെ ഔട്ട്പുട്ടും എല്ലാം നമുക്കൊരു ഫീൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബൈക്കിനോട് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അതേപോലെ തന്നെ മരണ കോൺഫിഡൻസ് ആയിരിക്കും ഈ വണ്ടി തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒന്ന് സൂക്ഷിക്കുക. ആ ബ്രേക്ക് എന്ന് പറയുന്ന സാധനം എപ്പോഴും നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നടന്നില്ല എന്നാണെങ്കിൽ ചിലപ്പം ചില ടൈമിൽ നമ്മുടെ മസിൽ മെമ്മറി എപ്പോഴും ഉണ്ടാവുമല്ലോ. നമ്മളെങ്ങനെ ബ്രേക്ക് പിടിക്കണം, എവിടെ പിടിച്ചാൽ നിൽക്കും എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് റീഡിങ് നമ്മളെ തലയുടെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര ബ്രേക്ക് പാഡൊന്നും മാറിയില്ല, ഫ്ലൂയിഡ്സ് മാറിയില്ല എന്നൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ പിടിച്ചെടുക്കുക, വണ്ടി നിൽക്കാതെ അവസ്ഥ വരും. അപ്പോൾ എപ്പോഴും ബ്രേക്ക് മെയിൻറ്റെയിൻ ചെയ്യും. ഇത്രയും നല്ല ബ്രേക്ക് വന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റക്കാരൻ നിങ്ങൾ മാത്രമാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ടയേഴ്സാണ്. ടയേഴ്സ് ആർ ഗുഡ്. അതായത് MRF ആണെങ്കിൽ പോലും ബ്രേസ് എന്ന് പറഞ്ഞാൽ ബ്രേസ് റേഡിയൽ MRF ആണ് വരുന്നത്. ആൻഡ് ദാറ്റ്സ് റിയലി ഗുഡ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ട്രാക്കിൽ യൂസ് ചെയ്യുന്ന ടയറിൻ്റെ സെയിം റോഡ് സ്പെക് ടയറാണ്. ഇപ്പം നമ്മൾ ബൈക്കൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടാവില്ല, ഒരു ട്രാക്ക് സ്പെക് ബൈക്കും ഒരു റോഡ് സ്പെക് ബൈക്കും അതേപോലെയാണ് ഈ ടയറിൻ്റെ കാര്യവും. നമ്മുടെ ട്രയംഫിനൊക്കെ എന്താ പറയുക സ്റ്റോക്ക് വരുന്ന ടയറാണ്. ഞാൻ ആ മഴയത്തു കൂടി ഓടിച്ചു നോക്കിയാണ്. ദിസ് ഈസ് ഗുഡ്. ഈ ടയർ MRF ആയല്ലോ എന്ന് സങ്കടപ്പെടുന്നൊന്നും വേണ്ട. പക്ഷേ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഈ ടയർ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഓടിച്ച് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ഈ ടയർ തീർക്കുമ്പോഴേക്ക് ഇത് മാർക്കറ്റിൽ വരും. ഏതേതേ ഒരു ഓപ്പൺ റോഡ്, പക്ഷേ ഞാൻ എടുക്കുന്നില്ല, എടുത്തപ്പോൾ ശരിയാവില്ല. പറഞ്ഞില്ല ബ്രേക്കിൻ പീരിയഡ്, അതൊരു കാര്യമാണ്. എനിവേസ് അതാണ് ടയേഴ്സിൻ്റെ കാര്യം പറയാനുള്ളത്. അതായത് എല്ലാ കാര്യത്തിലും പോസിറ്റീവായിട്ടുള്ളൊരു നോഷനാണ് ഈ വണ്ടി തരുന്നത്. പിന്നെ അതേപോലെ തന്നെ സസ്പെൻഷൻ്റെ കാര്യമാണ്. സസ്പെൻഷൻ ഈസ് സോ ഗുഡ്, മാൻ. അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സസ്പെൻഷനാണ്. അത് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിളിന് വേണ്ട ഒരു സസ്പെൻഷനാണ്. ഈ വണ്ടിയുടെ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടർ തന്നെയാണ് ഈ സസ്പെൻഷൻ. അതായത് ഈ പിച്ചിരിയും പമ്പി ആയിട്ടുള്ള റോഡിലൂടെ പോകുമ്പോഴും ഫ്രണ്ട് ഇച്ചിരി സ്റ്റിഫർ സൈഡിലാണ്, പുറകെ ഞാൻ അറിയണ പോലുമില്ല. അതായത് എൻ്റെ കൈ ചെറിയ രീതിയിലൊന്നും അറിയുന്നതല്ലാണ്ട് അപ്പർ ബോഡിയിൽ എനിക്ക് ഒരു ഫീലും ഇല്ല. ഞാൻ ഒരുപാട് ടയേർഡ് ആവില്ല. പക്ഷേ എനിക്കൊരു കോർണർ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ടുള്ള കോൺഫിഡൻസ് ഈ സസ്പെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് വേറെ അഡ്ജസ്റ്റബിലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. പുറകെ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ്. അത് നിങ്ങളുടെ ഒരാൾക്കാരുടെ വെയിറ്റ് വെച്ചിട്ട് സാഗ് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഇൻ സ്റ്റോക്ക് ഇപ്പോൾ എൻ്റെ വെയിറ്റിന് എനിക്ക് തോന്നുന്നു 67 kilograms ആണ്. ആ വെയിറ്റിന് ദിസ് ഫീൽസ് പ്രോപ്പർ, മാൻ. ദിസ് ഫീൽസ് സോ പ്രോപ്പർ. അപ്പോൾ അതാണ് സസ്പെൻഷൻ്റെ കാര്യം. ഐ എം റിയലി ഹാപ്പി വിത്ത് ദ സസ്പെൻഷൻ. ഐ എം റിയലി ഹാപ്പി വിത്ത് ദ ടയേഴ്സ്. ഐ എം റിയലി ഹാപ്പി വിത്ത് ദ ബ്രേക്സ്. ഐ എം റിയലി ഹാപ്പി അബൌട്ട് ദിസ് മോട്ടോർ സൈക്കിൾ. ഐ എം റിയലി ഹാപ്പി. ഈ സെഗ്മെൻറ്റിൽ അടിപൊളിയാണ്. പക്ഷേ വി ഹാവ് ടു ഗെറ്റ് ദ RTR 310 ഫോർ എ സ്പിൻ. എന്നാലേ അതിന് മൊത്തത്തിൽ പറയാൻ പറ്റുള്ളൂ ആ ഫുൾ കാര്യങ്ങളും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഓഫ് കോഴ്സ് ഇതിൻ്റെ മൈലേജ് വരുന്നത് ഒരു ഓൾമോസ്റ്റ്
25 to 30 ആണ് ഇതിൻ്റെ മൈലേജ് വരുന്നത്. മേ ബി ഹൈവേയിൽ ഒരു 32 ഒക്കെ കിട്ടിയാലായി. പക്ഷേ നമ്മുടെ ട്രാഫിക്കിലൊക്കെ ആകുമ്പോൾ മേ ബി സംവെയർ ബിറ്റ്വീൻ എന്താ പറയണ്ട ഒരു 25 ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അത് നിങ്ങൾ ഓടിക്കുന്ന രീതി പോലെയാവും. ഓഫ് കോഴ്സ് ടോപ്പ് ആൻഡ് സെൻട്രിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കൈ കൊടുത്ത് ഓടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതേപോലെ ഒരുപാട് പെട്രോൾ കത്താനുള്ള ചാൻസും ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ ഫ്യൂൽ എക്കണോമി മിഷൻ, ഇറ്റ്സ് മോർ ഓഫ് എ ഫൺ മോട്ടോർ സൈക്കിൾ. ആൻഡ് ആ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫൺ എന്നുള്ളൊരു സാധനം മാത്രം ആഗ്രഹിച്ചൊരു വരുന്ന ആളാണെങ്കിൽ ഓക്കെ. പിന്നെ ഫ്യൂൽ എക്കണോമി 30 ഒക്കെ ഹൈവേയിൽ 32 ഒക്കെ ഈ പെർഫോമൻസിന് വെച്ച് കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് നൈസ്. അതിലെനിക്ക് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 300+ ടാങ്ക് റേഞ്ചും കിട്ടും, വിച്ച് മേക്സ് ഇറ്റ് എ ഗുഡ് ടൂറർ. അതായത് അതാ ഞാൻ പറഞ്ഞത്, ദിസ് ക്യാൻ ഡു എവറിത്തിങ്. ട്രാഫിക് ആയിക്കോട്ടെ, ടൂറിങ് ആയിക്കോട്ടെ, എല്ലാം ഇതിന് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ പെർഫെക്റ്റ് സ്ട്രീറ്റ് നേക്കഡ് മോട്ടോർ സൈക്കിൾ ഐ വുഡ് സേ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ആരെടുക്കണം എന്നുള്ള ചോദ്യമാണ്. അതിന് പ്രത്യേകിച്ച് പ്രസക്തി ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഗോ ടെസ്റ്റ് റൈഡ് ദിസ് മോട്ടോർ സൈക്കിൾ, ടെസ്റ്റ് റൈഡ് ദ RTR 310-2. അതായത് ഈ വണ്ടി, അതായത് KTM എന്നുള്ള ഒറ്റ കാര്യത്തിൽ അത് TVS അല്ലേ, അങ്ങ് തഴഞ്ഞ ആളയാം എന്നുള്ള രീതി തഴയരുത്. യു ഹാവ് ടു ടെസ്റ്റ് റൈഡ് ദാറ്റ് മോട്ടോർ സൈക്കിൾ. അതെനിക്ക് ഒരുപാട് ഇപ്പോൾ ഇത്രയും ഓടിക്കാൻ കിട്ടിയതുപോലെ എനിക്ക് ഓടിക്കാൻ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു പ്രോപ്പറായിട്ടുള്ള ഉത്തരം അതിന് പറയില്ല. ഒരുപാട് ഇലക്ട്രോണിക്സ് ഉണ്ട്. നിങ്ങളൊരു സേഫ്റ്റി നെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടി ഓടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ആ മോട്ടോർ സൈക്കിൾ വരുന്നത്. അതായത് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നോൺസെൻസ് മോട്ടോർ സൈക്കിളാണ് അതും. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഇതിലേക്ക് അടക്കുക, ഇത് ചിന്തിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ. പക്ഷേ KTM എന്നാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെന്നാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഹൃദയം ഇടുപ്പ് പോലും KTM എന്നാണെങ്കിൽ യെസ്, യു ക്യാൻ ഗെറ്റ് ദിസ് ഓവർ 200. അതായത് ഡ്യൂക്ക് 200ൻ്റെ കാലം കഴിഞ്ഞു. അത് മിക്കവാറും ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 125, 250, 390 അല്ലെ 400 ആ ഒരു സെഗ്മെൻറ്റ് തന്നെയാണ് ഇനിയിപ്പോൾ ഇവർ കൊണ്ടുപോകാനുള്ള ചാൻസും ഞാൻ കാണുന്നത്. അത്രയൊക്കെ തന്നെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നാണെങ്കിൽ ഡു DM me ഓൺ ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ താഴെ കോമൻറ്റ് ഇട്ടാലും മതി. നമുക്ക് കുറച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെ ആകാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ എന്തായാലും കോമൻറ്റ് ചെയ്ത് വെക്കുക. സോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ആൻഡ് ദിസ് ഈസ് മീ വെയ്റ്റ് സെയിങ്. വീണ്ടും കാണാൻ വന്നിക്കാൻ ടിൽ ദെൻ ബൈ ബൈ.